100% എഥനോൾ ഇന്ധനത്തിന് നിയമപരമായ അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ജൂൺ 12-ന് E100 ഇന്ധനം ഉപയോഗിക്കുന്നതിലെ ചട്ടങ്ങളിൽ ഒപ്പുവെച്ചെന്ന് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിൽപ്പനയ്ക്ക് നിർമ്മാതാക്കൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാമെന്നും നിതിൻ ഗഡ്കരി അറിയിച്ചിട്ടുണ്ട്. ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്കാണ് പൂർണ്ണമായും എഥനോൾ ഉപയോഗിച്ച് ഓടാൻ സാധിക്കുക. അതുകൊണ്ട് അടുത്ത 2 മാസത്തിനുള്ളിൽ ടൊയോട്ട, സുസുക്കി, ഹ്യുണ്ടായി തുടങ്ങിയ കമ്പനികൾ പൂർണ്ണമായും 100% എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ പുറത്തിറക്കുമെന്നും നിതിൻ ഗഡ്കരി അറിയിച്ചു. E100 ഇന്ധനത്തിന് അനുമതി നൽകിയ പെട്ടെന്നുള്ള തീരുമാനം എന്തെല്ലാം മാറ്റങ്ങളാകും രാജ്യത്തുണ്ടാക്കുക? എഥനോൾ ഇന്ധനം ഉപയോഗിക്കുന്നതിലെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തെല്ലാം പരിശോധിക്കാം. RDX റാപ്പ് ആദ്യം. 85% എഥനോൾ ചേർത്ത് പെട്രോൾ അവതരിപ്പിച്ചതിനു പിന്നാലെയാണ് പൂർണ്ണമായും എഥനോൾ അടങ്ങിയ ഇന്ധനം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. E100 ഇന്ധനത്തെ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. എഥനോൾ ഉപയോഗം വ്യാപകമാക്കിയാൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവിൽ പ്രതിവർഷം 22 ലക്ഷം കോടി രൂപ ലാഭിക്കാമെന്നും നിതിൻ ഗഡ്കരി അറിയിച്ചു. എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിൽപ്പനയ്ക്ക് നിർമ്മാതാക്കൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ 1 ലക്ഷം കോടിയിലധികം ലാഭം നേടാൻ കഴിഞ്ഞെന്നും കർഷകർക്ക് ഏകദേശം 80,000 കോടിയുടെ വരുമാനം ഉണ്ടാക്കാനായതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. വാഹന നിർമ്മാതാക്കളും അതിവേഗം ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനിലേക്ക് മാറാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഹീറോ മോട്ടോകോർപ്പും മാരുതി സുസുക്കിയും E100 ഇന്ധനത്തിലും ഓടാൻ കഴിയുന്ന വാഹനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ 20% എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിച്ച് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. 2022-ലോ അതിനു മുൻപോ വാങ്ങിയ വാഹനങ്ങൾക്കാണ് തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എഥനോൾ വ്യാപകമാകുന്നതോടെ പഴയ വാഹനങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കുമെന്ന ആശങ്കയിലാണ് വാഹന ഉടമകൾ. RDX റാപ്പ് ന്യൂസ് മലയാളം. എഥനോൾ ഇന്ധനത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പെട്രോളിനെ അപേക്ഷിച്ച് എഥനോൾ ഇന്ധനത്തിന് വില കുറവാണ്. E100 50% വരെ വിലക്കുറവിൽ ലഭിച്ചേക്കുമെന്നാണ് 50% വരെ വിലക്കുറവിൽ ലഭിച്ചേക്കുമെന്നാണ് കേൾക്കുന്നത്. എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന വണ്ടികൾ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കും എന്നതും പറയുന്നുണ്ട്. എഥനോൾ എഞ്ചിൻ്റെ നോക്കിംഗ് കുറച്ച് പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കരിമ്പ്, ധാന്യങ്ങൾ എന്നിവയിൽ നിന്ന് നിർമ്മിക്കുന്നത് കൊണ്ട് എഥനോൾ കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകും എന്നും കണക്കാക്കപ്പെടുന്നു. എഥനോൾ ഇന്ധനത്തിൻ്റെ കോട്ടങ്ങൾ പക്ഷേ ഇവയാണ്. എഥനോളിൻ്റെ ഊർജ്ജ സാന്ദ്രത പെട്രോളിനേക്കാൾ കുറവായതിനാൽ മൈലേജ് കുറയാൻ ഒരുപക്ഷെ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഉയർന്ന എഥനോളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ എഞ്ചിൻ ഓയിൽ ഗുണനിലവാരവും വേഗത്തിൽ കുറഞ്ഞേക്കും എന്നും ചിലർ പറയുന്നുണ്ട്. ഫ്ലക്സ് ഫ്യൂവൽ എഞ്ചിനുകളുള്ള വാഹനങ്ങൾക്ക് വില കൂടും എന്നത് ഒരു നെഗറ്റീവ് സംഗതിയായിട്ട് വേണമെങ്കിൽ പറയാം. ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥകളിൽ ഉയർന്ന എഥനോൾ ഇന്ധന ടാങ്കിൽ വെള്ളം കലരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യം ഈ എഥനോളിലേക്ക് മാറാൻ റെഡിയാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. രാജ്യത്ത് E85, E100 ഇന്ധനങ്ങൾ നൽകുന്ന പമ്പുകൾ വളരെ വിരളമാണ്. ഇപ്പോൾ 2027-ഓടെ 5000 പുതിയ പമ്പുകൾ സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. E100 ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കൂടുതൽ വാഹനങ്ങളും വിപണിയിൽ ഇറങ്ങേണ്ടതുണ്ട്. നിലവിൽ E20 പെട്രോൾ നേരിടുന്ന വെല്ലുവിളികളെയും പുതിയ ഇന്ധനത്തിന് മറികടക്കേണ്ടതായിട്ട് വരും. ദിലീപ് ഹർഷ, E100 എന്ന് വെച്ചാൽ എഥനോൾ 100%, E80 എന്ന് വെച്ചാൽ 80% മാത്രം. 80% എഥനോളും 20% പെട്രോളും അല്ലേ? അങ്ങനെയല്ലേ? അതെ അതെ. അപ്പോൾ ഇതിലാണത് വരിക. അതെ. പക്ഷേ ഇതിനകത്തൊരു കാര്യം, ഇതിൽ ഇതുവരെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏതാണ്ട് 37,000 വാഹന ഉടമകളുടെ ഒരു അനുഭവം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 25-30% മേൽ ഈ മൈലേജ് കുറവ് കാണുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ വിലക്കുറവ് എന്ന് പറയുമ്പോൾ അതിനൊപ്പം വരുന്ന പ്രശ്നം മൈലേജ് കുറയുന്നു എന്ന പ്രശ്നം കൂടിയാണ് എന്നുള്ളതാണ് ഇതുവരെ ഉള്ള പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ധാരാളം വാഹനങ്ങൾ, ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ മാരുതി സുസുക്കിയുടെ വാഗണാറും അതുപോലെ ഹീറോയുടെ സ്പ്ലെൻഡർ ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ അതിനപ്പുറത്ത് വളരെ പെട്ടെന്ന് സുസുക്കിയുടെ ഫ്രോങ്സ്, അതുപോലെ ക്രേറ്റയുണ്ട്, ഹ്യുണ്ടയുടെ ക്രേറ്റയുണ്ട്, അതുപോലുള്ള വാഹനങ്ങളെല്ലാം ഈ ഗണത്തിലേക്ക് വരുന്നു. ടാറ്റയുടെ പഞ്ച് വരുന്നു, മഹീന്ദ്രയുടെ ചില വാഹനങ്ങൾ വരുന്നു. ഇതൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ വരും. 2027-ഓടെ 5000 പമ്പുകൾ, സ്റ്റേഷനുകൾ ഈ രീതിയിൽ E100 അല്ലെങ്കിൽ E85 അല്ലെങ്കിൽ E100 ഇന്ധനം ലഭിക്കുന്ന തരത്തിലേക്ക് മാറും എന്നുമൊക്കെയാണ് പറയുന്നത്. ഇത് പ്രധാനമായും ഇതിൽ കാണുന്നത് കാർഷിക മേഖലയുടെ പൊതുവായ ഉണർവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ തന്നെ ഇപ്പോൾ ഈ
E20 ഇതുവരെ ഉപയോഗിച്ച ഈ കാലയളവ് കൊണ്ട് 1 ലക്ഷം കോടിക്ക് മേൽ ആ നിലയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. ഈ കാലം ഊർജ്ജ മന്ത്രാലയം ഇക്കാര്യത്തിൽ പറയുന്നത്. രണ്ട്, ഇനി ഈ പറഞ്ഞ E85 E100ലേക്ക് പോകുന്നതിലൂടെ ഏതാണ്ട് 22 ലക്ഷം കോടി, അതൊരു ചെറിയ കണക്കല്ലല്ലോ, 22 ലക്ഷം കോടിയുടെ നേട്ടമുണ്ടാക്കാൻ സർക്കാരിന് കഴിയും എന്ന് പറയുന്നത്. ഇത് കാർഷിക മേഖലയ്ക്ക് ഉണർവ് വരും, ഇത് റൂറൽ സെക്ടറിന് വലിയ ഉണർവുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ എൻ്റെ സംശയം, ഏതെങ്കിലും തരത്തിൽ ഇത് ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ രാജ്യവ്യാപകമായി സംഭവിക്കാറുള്ള സംഗതി തന്നെയാണ്. ഈ വിളകളുടെ നാശമൊക്കെ സംഭവിക്കാറുള്ളതാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത്? ഈ അരി വേണം, മൊളാസസ്, ഈ പറഞ്ഞ കരിമ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് എങ്ങനെ പാലിക്കപ്പെടും, അതിനനുസരിച്ച് അതിൻ്റെ ഏറ്റക്കുറവിനനുസരിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുക. പിന്നെ വാഹനങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ പല വാഹനങ്ങൾക്ക് കണ്ടിട്ടുണ്ട്, ഇതുവരെ മുമ്പ് ഉപയോഗിച്ച വാഹനങ്ങൾക്ക്. ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ള ചോദ്യങ്ങളെല്ലാം ധാരാളം അവശേഷിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ നമ്മൾ വലിയ ഇന്ധനക്ഷാമം നേരിടുന്നു, ഇപ്പോൾ തന്നെ നമുക്കറിയാം വലിയ ഗുരുതരമായൊരു സാഹചര്യം നമുക്ക് നിലവിലുണ്ടെന്നുള്ളത്. പക്ഷേ ഇത് തിടുക്കപ്പെട്ട് നടപ്പാക്കുന്നതിൽ ചില അഴിമതിയുടെ തലങ്ങളില്ലേ? ഗഡ്കരി കുടുംബത്തിന് സമ്പത്താർജിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായി ഇത് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 മക്കളുടെയും കമ്പനി വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ വളർച്ച നേടുന്നു. അവർ രണ്ടുപേരും എത്തനോൾ ഉൽപ്പാദനത്തിലാണ് നിലനിൽക്കുന്നത് അവരുടെ കമ്പനികൾ എന്നുള്ള പ്രശ്നമുണ്ട്. അതിൻ്റെ ഓഹരി വില വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിനെ അവർ പ്രതിരോധിക്കുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഇന്ധനത്തിൻ്റെ 0.5% മാത്രമാണ് അവർക്ക് പങ്കാളിത്തമുള്ളൂ എന്നുള്ളത്. പക്ഷേ അത് തന്നെ വലിയൊരു പങ്കാളിത്തമാണ് എന്നുള്ളത് ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതിനൊന്നും സോളിഡായിട്ടുള്ള തെളിവോ, ഇതെല്ലാം ആരോപണങ്ങളിൽ നിൽക്കുന്നതാണ്. ഇതൊന്നും ഒരു കേസിൻ്റെയോ അന്വേഷണത്തിൻ്റെയോ തലത്തിലേക്കൊന്നും പോയിട്ടുള്ള വസ്തുതയല്ല. പക്ഷേ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ ആരോപിക്കാവുന്നതാണ്. ആ കാര്യം പ്രതിപക്ഷം ചെയ്യുന്നുമുണ്ട്. അത് വാസ്തവമാണ്. അങ്ങനെയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്, കണ്ടെത്തേണ്ടത്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ഇതിനകത്ത് ഒരു കൾച്ചറലായുള്ള ഷോക്കുണ്ട്. അതായത് ഈ ഭക്ഷണം കഴിക്കാനുള്ള സാധനം അരിയും കരിമ്പൊക്കെ എടുത്തിട്ട് ഈ എണ്ണ ഉണ്ടാക്കിയിട്ട് പ്രശ്നമാവില്ല. ഇത് ശാസ്ത്രീയമായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇത് ആദ്യ കേൾവിയിൽ തന്നെ മനുഷ്യർക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം സുലഭമായിട്ട് കിട്ടുന്നൊരു രാജ്യമാണോ ഇന്ത്യ എന്ന സംശയം എനിക്ക് ഇപ്പോഴും ഉള്ളതുകൊണ്ട് ഇതുപയോഗിച്ചിട്ട് ഈ കാര്യം ഓടിക്കേണ്ടതുണ്ടോ എന്ന സംശയവും ഒരു ചെറിയൊരു ഭയാശങ്കയും എനിക്കുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അരി എന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ അരിഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായ കേരളത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അരി എടുത്തിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് എന്തോ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ഉടലെടുത്ത ഇന്ധന പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് പൂർണ്ണമായും എഥനോൾ ഇന്ധനത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള അതിനിർണായക നീക്കമുണ്ടായിരിക്കുന്നത്. ഇതിലൂടെ അസംസ്കൃത എണ്ണയ്ക്കുള്ള രാജ്യത്തിൻ്റെ ആശ്രയത്വം കുറക്കാമെന്ന് തന്നെയാകും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങൾ ഫലപ്രദമായി പ്രാവർത്തികമാക്കിയ ഫ്ലക്സ് ഫ്യൂവൽ എഞ്ചിനുകളെ ഇന്ത്യ മാതൃകയുമാക്കിയേക്കും. എന്നാൽ നിലവിലെ ഇന്ധന പ്രതിസന്ധിയെ മറികടക്കാൻ തിടുക്കം പിടിച്ചൊരു നീക്കത്തിന് സർക്കാർ മുതിരുന്നത് ഗുണകരമാകില്ല എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലെ E20 പെട്രോൾ ഉപയോഗിച്ചുള്ള വണ്ടികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വെല്ലുവിളികൾ നിലനിൽക്കെ അതിനെ എങ്ങനെ മറികടക്കും എന്നത് സർക്കാർ പഠിക്കേണ്ടതുണ്ട്. പഴയ വാഹനങ്ങളുടെ കാർബറേറ്റർ, ഫ്യൂൽ പമ്പുകൾ എന്നിവ കേടാകുന്നുവെന്നാണ് പരാതി ഉയരുന്നത്. ആ നിലയ്ക്ക് E20 മുതൽ E100 വരെയുള്ള പരിവർത്തനം എങ്ങനെയാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ജനങ്ങൾക്കുള്ള ആശങ്കകളെ പരിഗണിച്ചും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിയതിനും ശേഷം മാത്രമേ E100 എന്ന ദൂരവ്യാപിയായ തീരുമാനത്തിലേക്ക് കടക്കാവൂ എന്നാണ് ഈ രംഗത്തെക്കുറിച്ച് അറിയാവുന്നവർ ഓർമ്മിപ്പിക്കുന്നത്.